വിമാനാപകടത്തിന് ശേഷം ഈ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ് DGCA. എയർ ഇന്ത്യയുടെ ബോയിങ് 7878, 7879 വിമാനങ്ങൾ പരിശോധിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താൻ DGCA നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അനൂപ് ദാസ്, വലിയ ദുരന്തമേൽപ്പിച്ച ആഘാതത്തിന് പിന്നാലെ അന്വേഷണം നടക്കുന്നു. നിലവിലുള്ള വിമാനങ്ങളിലുള്ള പരിശോധനകൾ എങ്ങനെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഇപ്പോൾ ഈ രണ്ട് ശ്രേണിയിലും പെട്ട വിമാനങ്ങൾ തിരിച്ചിറക്കും. അതായത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് 6 നിർദ്ദേശങ്ങൾ DGCA നൽകിയിട്ടുണ്ട്. 6 നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ടേക്ക് ഓഫിന് ഉൾപ്പെടെയുള്ള സമയത്ത് അതിന് മുൻപ് പൂർത്തിയാക്കേണ്ടുന്ന കൃത്യമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ പലതരത്തിലുള്ള പരിശോധനകൾ വീണ്ടും നടത്തിയതിനു ശേഷം മാത്രം ഈ വിമാനങ്ങൾ ഇനി പറക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ മതി എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇനിയിപ്പോൾ സർവീസിലുള്ള വിമാനങ്ങളൊക്കെ തന്നെ തിരികെ വിളിച്ച് അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അതുകൂടി പൂർത്തീകരിച്ച് ഈ DGCA നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ വീണ്ടും യാത്ര തുടരാൻ പറ്റുകയുള്ളൂ. നേരത്തെയും ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുൾപ്പെടെ സമാനമായിട്ടുള്ള വിമാന ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ബോയിങ്ങിൻ്റെ തന്നെ വിമാനങ്ങൾ ഇങ്ങനെ തിരികെ വിളിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം സർവീസ് നടത്തിയാൽ മതി എന്ന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സമാനമായിട്ടുള്ള നിർദ്ദേശമാണ് ഇന്ത്യയിലും ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, ബോയിങ്ങിൻ്റെ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ശ്രേണിയിലുള്ള വിമാനത്തിന് കുഴപ്പങ്ങളുണ്ട്, അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ബോയിങ്ങിലെ തന്നെ ഉദ്യോഗസ്ഥർ പലരും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെയാണ് വിമാനങ്ങൾ സർവീസ് നടത്തിയത് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. അതായത് അനൂപ് ദാസ്, ഈ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് എയർ ഇന്ത്യക്കെതിരെയും ചില സംശയങ്ങൾ നിൽക്കുന്നു. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ട് അവർ അന്വേഷണത്തിന് സഹകരിക്കുമെന്ന നിലപാട് അറിയിച്ചതിന് ശേഷം അവരുമായി ആശയവിനിമയം DGCA നടത്തുന്നുണ്ടോ? ഇപ്പോൾ സർവീസ് നടത്തുന്ന വിമാനങ്ങൾ അത് തിരിച്ചു വിളിച്ചുള്ള പരിശോധന അല്ലേ? അതെ, ഇപ്പോൾ സർവീസ് നടത്തുന്ന ഇന്ത്യയിൽ ഈ സർവീസ് നടത്തുന്ന എയർ ഇന്ത്യയുടെ മുഴുവൻ വിമാനങ്ങളും തിരിച്ചു വിളിക്കും. അതിനുശേഷം പരിശോധനകൾ നടത്തും. അതുമാത്രവുമല്ല, ഇപ്പോൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ ടാറ്റ ഗ്രൂപ്പ് അന്വേഷണവുമായി സഹകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ല, നമ്മൾ ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ എയർ ഇന്ത്യയിൽ തന്നെ സഞ്ചരിച്ച ആളുകൾ പങ്കുവെച്ചത് കണ്ടു. അതായത് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നില്ല, ഇത് മാത്രമല്ല പല സംഗതികളും വർക്ക് ചെയ്യുന്നില്ല, ഇവർ ഇതൊന്നും പരിഗണിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ എയർ ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ വിമാന കമ്പനി മാത്രമല്ല, എയർ ഇന്ത്യ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതുകൂടി അന്വേഷണത്തിന്റെ ഭാഗമാകും. ആ അന്വേഷണം ഇന്നലെ വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല സമിതിയുണ്ട്. ആ സമിതിയാണ് ഇത്തരം അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുക.